ഗുഡ് മോർണിംഗ് എവരിബഡി. കഴിഞ്ഞ ദിവസം നമ്മൾ സീക്വൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഇതിനെയൊക്കെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ടെക്സ്റ്റിലെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ 1, 3, 5 etc. That is the sequence of odd numbers. Therefore x1 is equal to 1, x2 is equal to 3, x3 is equal to 5. അപ്പം നമ്മൾ ഇവിടെ പൊസിഷനായ 1, 2, 3 ഇതിനെ ടേം ആയ 1, 3, 5 റിലേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിനെ 1 എന്ന് പറയുന്നത് 2 into 1 minus 1, 3 എന്ന് പറയുന്നത് 2 into 2 minus 1, 5 എന്ന് പറയുന്നത് 2 into 3 minus 1. അപ്പോൾ പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ പൊസിഷൻ n ആകുമ്പോൾ എന്ത് ചെയ്യണം? പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 into n minus 1, ദറ്റ് ഈസ് 2n minus 1. അതാണ് അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മൾ സ്വാഭാവികമായിട്ടും 4, 7 എന്ന് ചിന്തിക്കും. 1 എന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1ഉം കോഷ്യൻ്റ് 0യുമാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1. അപ്പോൾ x1 1, x2 4, x3 7. നമ്മളിവിടെ പൊസിഷനും ടേമുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു പൊസിഷൻ മൈനസ് 2, 3 ഇൻറ്റു പൊസിഷൻ മൈനസ് 2, അതായത് 3 ഇൻറ്റു 1 മൈനസ് 2, 3 ഇൻറ്റു 2 മൈനസ് 2, 3 ഇൻറ്റു 3 മൈനസ് 2. അപ്പോൾ പൊസിഷൻ എത്രയാണോ ആ പൊസിഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ പൊസിഷൻ n ആകുമ്പോൾ 3 ഇൻറ്റു പൊസിഷൻ 3n മൈനസ് 2. അതാണ് അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 11, 21, 31, 41 എക്സെട്ര. അപ്പോൾ അതിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1, സെക്കൻഡ് ടേം 11, തേർഡ് ടേം 21. ഇവിടെയും 1നെ 1ഉമായിട്ടും 2നെ 11ഉമായിട്ടും 3യെ 21ഉമായിട്ടും റിലേറ്റ് ചെയ്യുന്ന ഒരു കോമൺ റൂൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 10 മൈനസ് 9, 11 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 10 മൈനസ് 9, 21 എന്നുള്ളത് 3 ഇൻറ്റു 10 മൈനസ് 9. അപ്പോൾ ഇവിടെ പൊസിഷൻ എന്താണോ ആ പൊസിഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ കാണുന്നത്. പൊസിഷൻ 2 ആയപ്പോൾ 2 ഇൻറ്റു 10, പൊസിഷൻ 3 ആയപ്പോൾ 3 ഇൻറ്റു 10. അപ്പോൾ പൊസിഷൻ n ആകുമ്പോൾ n ഇൻറ്റു 10 മൈനസ് 9. അപ്പോൾ nth ടേം എന്ന് പറയുന്നത് 10n മൈനസ് 9. അതാണ് അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. നെക്സ്റ്റ്, ദി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഫസ്റ്റ് 1, 6, 11, 16 എക്സെട്ര. അതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ അതുപോലെ ഫസ്റ്റ് ടേം x1 എന്ന് പറയുന്നത് 1, x2 6, x3 11. അപ്പോൾ ഈ 1നെ ഇതിൻ്റെ പൊസിഷനായ 1ഉമായിട്ടും 6 എന്ന് പറയുന്നതിനെ പൊസിഷനായ 2ഉമായിട്ടും 11നെ പൊസിഷനായ 3ഉമായിട്ടും എങ്ങനെ റിലേറ്റ് ചെയ്യാം? അത് 5 ഇൻറ്റു 1 മൈനസ് 4, 5 ഇൻറ്റു 2 മൈനസ് 4, 5 ഇൻറ്റു 3 മൈനസ് 4. അങ്ങനെയാകുമ്പോൾ അതായത് പൊസിഷൻ ഏതാണോ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ nth ടേമിനെ നമുക്ക് എങ്ങനെ പറയാം? nth ടേമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ നമുക്ക് xn എന്ന് പറയുന്നത് 5നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5n മൈനസ് 4. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, for the sequence of regular polygons starting with an equilateral triangle, write the algebraic expression for the sequence of sum of interior angles. അതായത് ഒരു റെഗുലർ പോളിഗൺസിൻ്റെ സീക്വൻസ്, അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം. നമുക്കറിയാം ഒരു റെഗുലർ പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ 180, സ്ക്വയർ ആകുമ്പോൾ 360, റെഗുലർ പെൻറ്റഗൺ ആകുമ്പോൾ 540, അങ്ങനെ പറഞ്ഞു. ആ സീക്വൻസ് ആണ്. അപ്പോൾ x1 180, x2 360, x3 540.
അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും, അതായത് 180, 360, 540 ഈ നമ്പേഴ്സിനെ അതിൻ്റെ പൊസിഷനായ 1, 2, 3 ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കി, 1 × 180 ഇതെന്ന് പറയുന്നത് 2 × 180, ഇത് 3 × 180. അപ്പോൾ ഇതിൻ്റെ nth ടേം എന്ന് പറയുന്നത് n × 180, ദാറ്റ് ഈസ് 180n. അതാണ് ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇനി സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് ഈ എത്ര സൈഡ് ഉണ്ടെങ്കിലും, സൈഡ്സിൻ്റെ എണ്ണം പ്രശ്നമേ അല്ല, ഏതൊരു പോളിഗണിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം 360 ആണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഇക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ഇതിൻ്റെ എല്ലാം എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം 360 ആണ്. അപ്പോൾ ആ സീക്വൻസ് 360, 360, 360 എക്സെട്രാ എന്ന് വരും. അപ്പോൾ അതിൻ്റെ എന്ത് ടൈം കണ്ടുപിടിച്ചാലും, അതായത് സൈഡ്സ് എത്ര കൂടിയാലും എക്സ്റ്റേണൽ ആംഗിളിൻ്റെ സം 360 ആണ്. അപ്പോൾ എന്ത് ടൈം എന്ന് പറയുന്നതും ഓൾജിബ്രൈക് എക്സ്പ്രഷനും എല്ലാം 360 ആണ്. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെഷർ ഓഫ് 1 എക്സ്റ്റീരിയർ ആംഗിളിനെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാൻ. 1 എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ഈച്ച് ആസ് എ സീക്വൻസ്, അതായത് ഇതിൽ ഈ ഓരോ കേസിലും, അതായത് ഈക്വലാറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ഇതിൻ്റെ എല്ലാം 1 ഇൻറ്റീരിയർ ആംഗിൾ, നമുക്കറിയാം റെഗുലർ പോളിഗൺ ആകുമ്പോൾ അതിൻ്റെ എല്ലാ ഇൻറ്റീരിയർ ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് ഈക്വലാണ്. അപ്പോൾ ഓരോ ഇൻറ്റീരിയർ ആംഗിളിനും, ഓരോ കേസിലുമുള്ള ഓരോ ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ സമ്മിനെ അതിൻ്റെ നമ്പർ ഓഫ് ആംഗിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സുമായിട്ട് ഈക്വലാണ്. അതായത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ 3 ആംഗിളാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ 180യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്ക്വയർ ആകുമ്പോൾ 360യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെൻറ്റഗൺ ആകുമ്പോൾ 540യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് വരുന്ന സീക്വൻസ് ആയിരിക്കും എന്ത്, ഈ 1 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 180/3, 360/4, 540/5. അപ്പോൾ ഇത് നമുക്കിതിൻ്റെ കോമൺ റൂള് വേണം. x1, x2, x3 കിട്ടി. അപ്പോൾ x1നെ 1 × 180/2 + 1 എന്ന് എഴുതാം. x2നെ 2 × 180/2 + 2 എന്ന് എഴുതാം. x3യെ 3 × 180/2 + 3 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ nth ടേം എന്ന് പറയുന്നത് n × 180/2 + n. അപ്പോൾ n × 180 എന്നുള്ള 180n/n + 2 എന്ന് കിട്ടും. ഇനി നമ്മൾ പറഞ്ഞു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എപ്പോഴും 360 ആണെന്ന് പറഞ്ഞു. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ അത് 360യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതൊരു സ്ക്വയർ ആകുമ്പോൾ 360യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടുന്നത്. റെഗുലർ പെൻറ്റഗൺ ആകുമ്പോൾ 360യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ x1, x2, x3 പൊസിഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ x1 എന്നത് 360/3യെ നമുക്ക് 2 + 1 എന്ന് എഴുതാം. ഇതിനെ 360/2 + 2, ഇത് 360/2 + 3. അങ്ങനെയാണെങ്കിൽ അതായത് x1 വന്നപ്പോൾ 2 + 1, x2 വന്നപ്പോൾ 2 + 2, x3 വന്നപ്പോൾ 2 + 3. അങ്ങനെയാവുമ്പോൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ മെഷർ ഓഫ് 1 എക്സ്റ്റീരിയർ ആംഗിൾ is equal to 360/n + 2. Next one. Here some triangles are given, red triangles are given. In the first, there are 3 red triangles, and in the second, by removing some parts from the red triangles, we get 9 equilateral triangles. The first figure is obtained by joining the midpoints of an equilateral triangle and removing the middle triangle. Second figure is got by removing a middle triangle from each of the red triangles of the first figure. If we continue like this, how many red triangles are there in each picture?
In the first picture there is 3 rectangles, in the second 9 and third 27, and its sequence is 3, 9, 27 etc. If we take the area, second part നമ്മൾ ചോദിച്ചിരിക്കുന്നത് take the area of the first triangle. And compute the area of small triangles in each picture. If the large triangle is of area 1, then the area of each triangle is 1/4. In the second figure, the area of each small triangle is 1/16. And for the next, if we divide again, we will get triangles of area 1/64 part. Therefore, its sequence is 1/4, 1/16, 1/64 etc. What is the total area of the red triangles in each picture? In the first picture, the area of the red triangle is 3/4. Second is 9/16. Third is 27/64. Next, we are asked to write the algebraic expression for the 3 sequences. ഇതിൻ്റെ എല്ലാത്തിൻ്റെ algebraic expression എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് സീക്വൻസ് ആകുമ്പോൾ 3, 9, 27 etc. എന്ന സീക്വൻസിൽ x13, x29, x3, 27. That is x1 is equal to 3/1, x2 is equal to 3 square, x3 is equal to 3 cube. അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് ഈ 3യുടെ പവറായിട്ട് വരുന്നു. അപ്പോൾ nth ടേം 3/n. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3/n. നെക്സ്റ്റ് ഫസ്റ്റ് ടേം 1/4, സെക്കൻഡ് ടേം 1/16, തേർഡ് ടേം 1/64. ഈ 1/16 എന്ന് പറയുന്നത് 16 നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം, 64നെ 4 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ x1 എന്ന് പറയുന്നത് 1/4 ആണ്, x2 1/4 സ്ക്വയർ ആണ്, x3 1/4 ക്യൂബ് ആണ്. അപ്പോൾ ഇവിടെ 4ൻ്റെ പവർ എന്ന് പറയുന്നത് പൊസിഷനായിട്ട് വരുന്നു. അപ്പോൾ xn എന്ന് പറയുന്നത് 1/4n. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 1/4n. ഇതിൻ്റെ തേർഡ് പാർട്ട് അതിൻ്റെ ഏരിയാസ് x1 3/4, x2 9/16, x3 27/64. അപ്പോൾ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഓരോന്നിനെയും അതിൻ്റെ പൊസിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ x1 3/4, x2 എന്ന് പറയുന്നത് ഇത് 3/4ൻ്റെ സ്ക്വയർ ആണ് 9/16, x3 എന്ന് പറയുന്നത് 27/64, അതെന്ന് പറയുന്നത് 3/4ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ നിന്നും nth ടേം എന്ന് പറയുന്നത് 3/4ൻ്റെ ഹോൾ റേസ് ടു n, nth പവറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3/4 the whole raised to n.